ഹലോ, അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എങ്ങടെ പോണേ? നമ്മള് കടല് കാണാൻ പോവാ. നമ്മള് മാത്രല്ല കേട്ടോ പോണത്, നമ്മുടെ ബൊമ്മു പെണ്ണിനെയും കൊണ്ടിട്ടാണ് പോണത്. നോക്കിയാ അവരെല്ലാരും റെഡി ആയിട്ടുണ്ട് ട്ടാ. ബൊമ്മയെ ചങ്ങലേമെന്ന് നട കഴിഞ്ഞു പോലേ. അപ്പൊ അബേട്ടൻ അത് കെട്ടിപ്പൂട്ടി വെക്കാട്ടാ. ഇനി എങ്ങാനും കടപ്പുറത്ത് പോയിട്ട് അവിടെ ചേട്ടന്റെ ബുള്ളറ്റ് പോണ്ട്, അതിന്റെ ശബ്ദം. എങ്ങാനും കടപ്പുറത്ത് പോയിട്ട് അവളെ മിസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ നോക്കി നമ്മുടെ ബൊമ്മു പെണ്ണ് എവിടെയാന്ന്. ബൊമ്മുട്ടെ നമ്മളെങ്ങടെ പോണ് ബൊമ്മുവാ? നമ്മള് കടല് കാണാൻ പോവാ. അപ്പൊ ബൊമ്മു ഫസ്റ്റ് ടൈം ആയിട്ടാ ഇതൊക്കെ കാണാൻ പോണത്. എനിക്കറിയില്ല കടല് കാണുമ്പോ എന്താവുന്ന്. നമ്മള് പ്ലാൻ ചെയ്തതാട്ടാ കടല് കാണാൻ പോവാന്ന്. അപ്പൊ ഇങ്ങനെ ഒരു സജഷൻ വന്ന് നമുക്ക് ബൊമ്മൂനെ കൊണ്ട് പോയാലോന്ന്. അപ്പൊ ഇന്ന് എന്തായാലും ബൊമ്മൂനെ കൊണ്ടിട്ട് പോവാ. അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങൾ പോണ വഴി കാണിച്ചിട്ടാ. എന്താവുമ്പോ ആവോ ഒന്ന് പ്രാർത്ഥിച്ചോളട്ടെ നിങ്ങളെല്ലാവരും. അപ്പൊ അബിയേട്ടനും ബൊമ്മും കൂടിയിട്ടുള്ള കസർത്താട്ടി കാണുന്നത്. അബിയേട്ടൻ ബൊമ്മുവിന്റെ ചങ്ങലേമലല്ലോ ബെൽറ്റുമ്മല് ഒരു നൂലും കൂടിയും സെറ്റ് ചെയ്ത് വെക്കാട്ടാ. അല്ലെങ്കിൽ അവളെങ്ങാനും പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മുടെ ബൊമ്മൂനെ കിട്ടൂലല്ലോ. അപ്പൊ അത് കാരണട്ടാ. അതൊക്കെ വാവയ്ക്ക് പേടിയില്ല. അപ്പു വീട്ടിൽ പോയിട്ട് ഒളിച്ചിരിക്കാം. ബൊമ്മൂട്ടൻ എങ്കിടെ പോണ്? നമ്മളെങ്കിടെ പോണത്? നമ്മള് കടല് കാണാൻ പോലെ. അയ്യോ, എന്റെ ഫോണുമ്പോ തന്നെ കടിച്ചെടുത്തേനെ. നമ്മള് കടല് കാണാൻ പോവാ. ബൊമ്മു കടല് കണ്ടിട്ട് നമ്മൾ നേരെ വരുമ്പോ അമ്മമ്മേനെ പിക്ക് ചെയ്തിട്ട് പോരല്ലേ? ബൊമ്മു എന്താ അനുസരണം നോക്കിയേ, നിറച്ച് കൊതുകട്ടെ ഇവിടെ. അപ്പൊ എന്തായാലും പോണ വിശേഷങ്ങൾ പോണ വഴി കാണിച്ചു തരാം. ബൊമ്മു നമ്മള് കടലാടാൻ പോവാ. ബൊമ്മു കടലാടാൻ പോവാ. ഇതുമ്പോ ഞാനൊരു വീശറി കെട്ടിയിട്ടെ. ഈ വാലുമ്പോ ഞാനൊരു വീശറി കെട്ടിയിട്ടെ. ബൊമ്മു ഞങ്ങൾ ബൊമ്മുനെ ബാക്കിലായിട്ട് ഇടുന്നത്. ഫ്രണ്ടിലിട്ടുണ്ടെങ്കിലേ നമ്മുടെ അപ്പുകൂട്ടന് പേടിയാണ്. അല്ല ബൊമ്മു നിന്നെ അപ്പുന് പേടിയാ? എൻ്റെ ബൊമ്മു പാവാട്ടാ. കാണാനൊരു ഭീകരത്വമുള്ളൂ. അത് പച്ച പ്രാക്കാണ്. ഇങ്ങനെ ഒരു പ്രാക്ക് ബൊമ്മു വേറെ സ്ഥലത്ത് ഉണ്ടാവില്ല. അല്ലേ ബൊമ്മുവാ? ഇന്ന് കടലിൽ പോയിട്ട് കുളിക്കാട്ടാ. ദേവത്തിന് അറിയുന്ന കടലിൽ പോയിട്ട് കുളിക്കുമെന്ന്. ബൊമ്മു നമ്മള് കടപ്പുറം എത്താറായിട്ടാ. അപ്പൊ കുട്ടികളെയും ബൊമ്മൂനെയും കൊണ്ടിട്ടാ പോണത്. എന്താവുമെന്ന് അറിയില്ല. പോയ പോലെ തന്നെ തിരിച്ചു വരാൻ പറ്റിയാ മതിയായിരുന്നു. കുഴപ്പമുണ്ടാവില്ല അല്ലേ ബൊമ്മുട്ടെ? അങ്ങനെ നമ്മൾ കടപ്പുറത്തെത്തിയിട്ടുണ്ട്. എന്റെ മുടിയൊക്കെ ആകെ പറന്നു. അപ്പൊ എന്താ ചെയ്യണേ? അപ്പൊ നമ്മള് ബൊമ്മൂനെ ഇറക്കാൻ പോകട്ടാ. ബൊമ്മ കടപ്പുറത്ത് പോയിട്ട് എന്താക്കും? പിള്ളേര് കളിക്കാൻ പോയിട്ടുണ്ട്. ബൊമ്മുന് പേടിയായിട്ടാ. അയ്യേ, ഇവള് ലോകമെടുത്തോറിയാണ്. ബൊമ്മു ഇങ്ങോട്ട് വാ. അയ്യേ, ചെളി വെള്ളത്തില്. മറ്റേ ബെൽറ്റ് ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു. അങ്ങനെ ഞങ്ങള് കടപ്പുറത്ത് എത്തിയിട്ടുണ്ട് കേട്ടാ. ഇതിപ്പോ വീടിന്റെ അവിടെ നിന്ന് കുറച്ചുള്ളൂ, 2 കിലോമീറ്റർ തികച്ചുണ്ടാവില്ല കടപ്പുറത്തേക്ക്. വന്നപ്പോ എന്ത് ഭംഗിയായിരുന്നു അറിയോ? സൂപ്പർ. നല്ല കാറ്റും അവിടുത്തെ അന്തരീക്ഷമൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. പക്ഷേ പഴയ പോലെ നമുക്ക് കടലിൽ ഇറങ്ങാൻ പറ്റുമായിരുന്നില്ല. ഒരു മൺതിട്ട വന്നിട്ടേ പിന്നെ ഒരു ഇറക്കമായിരുന്നു. അപ്പോൾ എങ്ങാനും ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ണിൽ ഫുള്ളായിട്ട് നമ്മുടെ കാല് പോവും. പിന്നെ ഇപ്പോൾ ഈ കാണുന്ന പോലെ ഒന്നല്ല കേട്ടോ, ഒരു കയറ്റം ഒരു ഇറക്കം എന്ന് പറയില്ലേ, അതുപോലെയായിരുന്നു കടപ്പുറത്ത്. എന്നാലും അതിൻ്റെ സൈഡൊക്കെ പിടിച്ച് ഞങ്ങൾ നടന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ബൊമ്മു ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ നമ്മൾ ബീച്ചിലേക്ക് കൊണ്ടുവരുന്നത് കേട്ടോ. അവൾ ജനിച്ചിട്ട് അവളെ കൊണ്ടുവന്നിട്ടുണ്ടോയെന്ന് അറിയില്ല. എന്നാലും നമ്മുടെ കൂടെ ഇപ്പോൾ ഫസ്റ്റ് ടൈം ആട്ടാ വന്നപ്പോൾ അവൾക്ക് കടൽ കാണാനോ കടലിൽ കളിക്കാനോ നല്ല ഇഷ്ടമാണ്. അവൾക്ക് അവിടെ കിടന്ന് നടന്നാൽ കടലിന് കുറേ വേസ്റ്റും കാര്യങ്ങളൊക്കെ വരില്ലേ, കുറേ പ്ലാസ്റ്റിക്കിൻ്റെ ഇതൊക്കെ കംപ്ലീറ്റ് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഓരോ കച്ചറകളൊക്കെ വന്നിട്ട്. അപ്പോൾ അവൾ അതൊക്കെ എടുത്ത് കളിക്കിന്. അപ്പോൾ അബിയേട്ടൻ്റെ കൂടെ ആയിരുന്നു ബൊമ്മു. പക്ഷേ അബിയേട്ടൻ അതിൻ്റെ ഇടയിൽ ഞണ്ടിനെ കണ്ടു. ഞണ്ടിനെ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ വിടില്ലല്ലോ. അപ്പോൾ മൂപ്പര് എന്തുട്ടാ ഇതിനെന്താ പറയുക, കൊതുമ്പോ കോഞ്ഞാട്ടയോ എന്തോ പറയില്ലേ, തെങ്ങിൻ്റെത്. അപ്പോൾ അതെടുത്ത് പോയിട്ട് ഒരു ഞണ്ടിനെ പിടിക്കാൻ പോയിട്ടാ. അപ്പോൾ ബൊമ്മുനെ എൻ്റെ കയ്യിൽ തന്നു. പക്ഷെ നമ്മുടെ കയ്യിൽ ബൊമ്മു വന്നാലും ബൊമ്മു ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. ബൊമ്മുനെ എന്താ പറയുക, മൊത്തത്തിൽ കണ്ടപ്പോഴേ അവൾക്കൊരു ഭയങ്കര സന്തോഷമായി എന്നാ തോന്നുന്നുണ്ട്. അത് അവളോട് തന്നെ ചോദിക്കേണ്ടി വരും. അങ്ങനെ നോക്കി അബിയേട്ടന് ഒരു ഞണ്ടിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വലിയ അതിനെ വിട്ടോ എന്ന് പറഞ്ഞു. എവിടെ അബിയേട്ടനുണ്ടോ വിടുന്നത്? അങ്ങനെ ബൊമ്മുനെയും കൊണ്ട് ഞാനായിട്ടാ നടക്കണേ. അപ്പോൾ അങ്ങനെ ഒരു വല അവിടെ കിടക്കണ്ടായിരുന്നു. അത് അവിടെ വഞ്ചിക്കാരെ വലയാന്ന് തോന്നുന്നു, കേടായത് കളഞ്ഞതേ. അപ്പോൾ ബൊമ്മു കുറച്ച് നേരം അതിലൊക്കെ ഇട്ട് കളിച്ചു. പിന്നെ ഞാൻ പറയുന്നത് കൈ വേദന എടുത്തിട്ട് പാടില്ല, ഇവളെ ചങ്ങല പിടിച്ചിട്ടേ ഇവളിങ്ങനെ ഓടുമ്പോൾ നമുക്ക് അങ്ങനെ അങ്ങോട്ട് അവളെ പിന്നാലെ ഓടേണ്ടി വരും. അബിയേട്ടൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറ്റുമല്ലോ. അപ്പോൾ കുറച്ച് നേരം വീണ്ടും അബിയേട്ടൻ അവളെ പിടിച്ചു. വീണ്ടും ഒരു ഞണ്ടിനെ കണ്ടപ്പോൾ ദേ പോണു അബിയേട്ടൻ.
പറഞ്ഞിട്ട് കാര്യമില്ല. അണ്ട് കുറച്ച് നേരം ബൊമ്മൂനെ വെള്ളത്തിലൊക്കെ ഇറക്കിയിട്ടാ. ആദ്യക്ക് ബൊമ്മൂന് ഒരു പേടി ഉണ്ടായിരുന്നു. പിന്നെ പോകെ പോകെ ആ പേടിയൊക്കെ ഒന്ന് മാറി. അവള് വെള്ളത്തിലിറങ്ങി ആ കടൽ വെള്ളമൊക്കെ അവള് തന്നെ നക്കി കുടിക്കായിരുന്നു. ഞാൻ പറഞ്ഞു ഉള്ള കടൽ വെള്ളം മുഴുവൻ കുടിച്ചു തീർക്കുമെന്ന്. അതുപോലെ ആയിരുന്നു കേട്ടോ. പിന്നെ പേടിയായി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ല വയറിന് വല്ല കംപ്ലൈൻറ്റ് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ശരിയാവില്ലല്ലോ. അതിൻ്റെ ഇടയിൽ പിള്ളേരെ കാര്യം പറയാൻ മറന്നു. പിള്ളേർ കുഴപ്പമില്ല കേട്ടോ. പിള്ളേർക്കും ഇങ്ങനെ കടൽ കണ്ടപ്പോഴേ ചെറുതായിട്ടൊരു പേടി തോന്നി. അല്ലെങ്കിൽ കടപ്പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവന്മാരെ നേരം കടലിൽ നമ്മൾ കൈയും പിടിച്ച് നടക്കണം അവർ ഓടിക്കഴിഞ്ഞിട്ടേ. പക്ഷെ ഇപ്രാവശ്യം എന്തോ ബൊമ്മുള്ള കാരണം തോന്നുന്നുണ്ട് ബൊമ്മൂന് കളിക്കാൻ വിട്ടവർ. അവർ പുറമേ മണ്ണിൽ വെറുതെ മൺതിട്ടയിൽ എന്തൊക്കെയോ ഉണ്ടാക്കി കളിക്കായിരുന്നു കേട്ടോ. കടൽ കാണാൻ വേണ്ടി വന്ന ഞങ്ങളാണ്. അവസാനം എന്തായി, അവസേട്ടൻ ഒരു ഞണ്ടിനെ കണ്ടപ്പോൾ ഞണ്ടിൻ്റെ പുറകെ പോയി. ഞങ്ങൾ മാത്രമായിട്ടപ്പോൾ മൂപ്പര് ഞണ്ട് പറക്കാനും ഞാൻ ബൊമ്മൂനെ പിടിക്കാനും പിള്ളേരും. അങ്ങനെ ഇന്നത്തെ കടൽ കാണൽ ഞണ്ട് കൊണ്ടുപോയി. എന്ത് ചെയ്യാനാ, ഞണ്ടിൻ്റെ സീസണാന്ന് തോന്നുന്നുണ്ട്. ഒരു ഞണ്ട് ഇവിടെ ഓടുമ്പോൾ അപ്പുറത്തൊരു ഞണ്ട് ഓടും. ഏതാണ്ട് അഭിയേട്ടൻ പറയുന്ന പോലെ ബാലൻകൈ നായരെ കണ്ട ശീലരെ പോലത്തെ അവസ്ഥയാണ് ഞണ്ടിന്. അഭിയേട്ടനെ കാണുമ്പോഴേക്കും അവർ ഓടുന്നു. പിന്നെ ഞണ്ട് നിന്ന് തരല്ലേ എന്നെ പിടിച്ച് കറി വെച്ചോളാൻ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് വൈകിട്ടായിട്ടാണ് പോയത്. പക്ഷെ നമ്മൾ അസ്തമയം കാണാൻ നിന്നില്ല. മൂന്നാളെയും കൊണ്ട് എളുപ്പമല്ല. ബൊമ്മു അതിൻ്റെ ഇടയിൽ അലമ്പിടുണ്ടായിരുന്നു. അവൾ കുപ്പിയും പാട്ടൊക്കെ പറക്കാൻ പോണ്. പിന്നെ അവളെ ചങ്ങല ഈ ബെൽസി പറഞ്ഞ പോലെയാണ്. അപ്പോൾ പിന്നെ അധികം നേരം നിന്നില്ല. പിന്നെ എന്തായാലും നമുക്ക് വീട്ടിൽ പോകണമല്ലോ, കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന് ജസ്റ്റ് കടൽ കാണാൻ വന്നത് കേട്ടോ. ഏഴങ്ങളിൽ വീട്ടിൽ വരുമ്പോൾ അതൊരു ചടങ്ങാ കടൽ കാണുക എന്നത്. അങ്ങനെ നമ്മള് ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ. അയ്യോ ബൊമ്മുനെ കൂടി വന്നിട്ട് അടിപൊളി. ബൊമ്മു ബൊമ്മുന് മതിയായിട്ടില്ല കേട്ടാ. ബൊമ്മുട്ടെ വീട്ടിൽ പോവാ നമ്മള്. അപ്പൊ ഞങ്ങൾ എന്തായാലും വീട്ടിൽ പോവാ. വയ്യാണ്ടായി.